സാമൂഹ്യ പുരോഗതിക്കും വളർച്ചയ്ക്കും ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ പദ്ധതികൾ രൂപപ്പെടുത്തുകയാണ് കേരള ബാങ്കിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് കനുവ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CN മോഹനൻ പറഞ്ഞു. പോത്താനിക്കാട് വൊക്കേഷണൽ ട്രെയിനിംഗ് കം പ്രൊഡക്ഷൻ സെന്ററിലെ വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിലെ കാഴ്ചയില്ലാത്ത വനിതകളുടെ തൊഴിൽ പരിശീലനത്തിനായി ധനസഹായവും ചെക്കും കൈമാറുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ ശാരീരികമായിട്ടുള്ള ചില കുറവുള്ള ആൾക്കാർ, ആ കുറവുള്ള ആൾക്കാർക്ക് സംവരണം ജോലിക്കകത്ത് അതെല്ലാ മേഖലയ്ക്കകത്തും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് അവർ വളരെ ഉഷാറായി ജീവിതത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി താമസിക്കുന്ന സഹോദരിമാർ 23 പേരോട് ജോലി ചെയ്യുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. അവരുടെ കാര്യത്തിൻ്റെ അകത്ത് അവർക്ക് ഈ സമൂഹത്തിൻ്റെ സന്തതികൾ തന്നെയാണ്. ഈ സമൂഹത്തിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള ശേഷിയുള്ള ആൾക്കാരാണ്. അവർക്ക് വലിയ സംഭാവന ഈ സമൂഹത്തിന് ചെയ്യാൻ പറ്റും. ആ സംഭാവന ചെയ്യാൻ ആവശ്യമായ പശ്ചാത്തലം ഒരുക്കി കൊടുക്കേണ്ടത് നമുക്ക് കണ്ണും കയ്യും കാലും ഒക്കെ നന്നായിട്ടുള്ള ആൾക്കാർക്കുള്ള കടമയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടുത്തെ മറ്റ് ഇനിയും ഉള്ള പരിഹരിക്കപ്പെടേണ്ട കുറവുകളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി കേരള ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങൾ ഇനിയും ഉണ്ടാവും. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. അതിനാവശ്യമായ എന്ത് സഹായവും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും എന്ന് മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് തൊഴിൽ പരിശീലനത്തിനായി കേരള ബാങ്ക് നൽകിയ 2 ലക്ഷം രൂപയുടെ ചെക്കും 5 കമ്പ്യൂട്ടറുകളും ചടങ്ങിൽ CN മോഹനൻ സെന്റർ ഭാരവാഹികൾക്ക് കൈമാറി. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ അധ്യക്ഷനായി. കാലത്തിനനുസരിച്ച് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ മാറുമ്പോൾ ആരുടെ മുന്നിലും തലകുനിക്കാതെ കാഴ്ച പരിമിതർക്ക് കാലത്തെ മുന്നോട്ട് നയിക്കാനാകുമെന്ന് കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ പറഞ്ഞു. കാഴ്ച പരിമിതിയുള്ള വനിതകൾക്ക് ഉള്ള ഈ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഏക ആശ്രയ കേന്ദ്രമായ പോത്താനിക്കാട് സെൻറ്ററിൽ കേരള ബാങ്കിൻ്റെ ഒരു സഹായത്തോടു കൂടി അവർക്കുള്ള ഒരു തൊഴിൽ പരിശീലനത്തിനുള്ള ആരംഭം കുറിക്കുകയാണ്. സ്ഥിരമായി അവർ പരിശീലിച്ചു വരുന്ന മെഴുകുതിരി നിർമ്മാണം, അതുപോലെ ലോഷൻ, അതിനേക്കാൾ ഉപരി കാലോചിതമായി പുതുക്കപ്പെട്ട, അതായത് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, അതിനുള്ള 5 സിസ്റ്റം ഇന്ന് കേരള ബാങ്ക് നൽകി. ഒരു ടീച്ചറെ തുടർച്ചയായിട്ട് ഈ കുട്ടികളെ ആകെ കമ്പ്യൂട്ടർ പരിശീലിപ്പിക്കാൻ ആവശ്യമായ ഫീസ് ഉൾപ്പെടെ നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിക്കാണ് കേരള ബാങ്ക് രൂപം കൊടുത്തിട്ടുള്ളത്. കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് മാണി വിധേയത്തിൽ, KFB സെക്രട്ടറി P ജയരാജ്, സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, ഷാജി മുഹമ്മദ്, അഡ്വക്കേറ്റ് അനീഷം മാത്യു എന്നിവർ സംസാരിച്ചു. കേരള ബാങ്ക് റീജിയണൽ മാനേജർ ഡോക്ടർ N അനിൽകുമാർ സ്വാഗതവും ട്രെയിനിംഗ് സെന്റർ പ്രിൻസിപ്പൽ ജിഷ EP നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.